സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറയുന്നതും ദീർഘകാല കരാർ റദ്ദാക്കിയതുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്ന് മന്ത്രി ആവർത്തിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ സമയത്ത് വൈദ്യുതി തടസ്സമില്ലാതിരിക്കാൻ പ്രാർത്ഥിക്കാമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതിരൂക്ഷമായി തുടരുന്ന വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള സാധ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുകയാണ്. പകൽ സമയങ്ങളിൽ വൈദ്യുതി ആവശ്യമില്ലെങ്കിലും രാത്രി സമയങ്ങളിലെ അധിക ഉപഭോഗം കണക്കിലെടുത്ത് പകലും രാത്രിയും സംസ്ഥാനം വൈദ്യുതി വാങ്ങുന്നു. മഴ പെയ്യാനും ലോകകപ്പ് ഫൈനൽ സമയത്ത് വൈദ്യുതി തടസ്സമുണ്ടാവാതിരിക്കാനും പ്രാർത്ഥിക്കാമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. മഴക്കാർ വാനിലേറുമ്പോൾ മയിലാടുന്നു കൗതുകാണ്. മഴക്കാർ കാണുമ്പോൾ മയിലാണ് കൗതുകത്താൽ നൃത്തം ചെയ്യുന്നത്. ഇപ്പം മഴക്കാർ വാനിലേറുമ്പോൾ മന്ത്രി ആടുന്നു കൗതുകാൽ എന്ന് വേണമെങ്കിൽ നമുക്ക് തിരുത്തി എഴുതാം. മഴയ്ക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. കണ്ടുപോയാലും നമുക്ക് എന്തെങ്കിലും നോക്കാം, പോകാതിരിക്കാം, പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ദീർഘകാല കരാർ റദ്ദാക്കിയത് മുൻ സർക്കാരിന്റെ കാലത്താണെന്നും ഡിവൈഎഫ്ഐ സമരം ചെയ്യേണ്ടത് കരാർ റദ്ദാക്കിയവർക്കെതിരെയുമെന്നാണ് മന്ത്രി സണ്ണി ജോസഫിന്റെ പ്രതികരണം. ലോകകപ്പ് ഫൈനലിനോട് അനുബന്ധിച്ച് സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കാനാണ് നീക്കം. റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ചതോടെ NTPC, പവർ പ്ലസ് ട്രേഡിംഗ് സൊല്യൂഷൻ എന്നീ കമ്പനികളിൽ നിന്നും 200 മെഗാവാട്ട് വൈദ്യുതി ഇന്നു മുതൽ ലഭിച്ചു തുടങ്ങും. റിപ്പോർട്ടർ, കണ്ണൂർ.